മഹാപിശുക്കനാണ് തൻ്റെ ഗുരുവെന്ന് അയാൾ പലരോടും പറയുമായിരുന്നു. ഒരു ദിവസം അയാളുടെ പഠനം പൂർത്തിയാക്കി അയാൾ വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ ഗുരു ഒരു പഴയ സഞ്ചി കൊണ്ടുവന്ന് അയാൾക്ക് സമ്മാനമായി നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് ഗുരുവിൻ്റെ ഒരു ചെറിയ സമ്മാനമാണ്. ഇത് ഉപയോഗിച്ച് നീ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കുക. അയാൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിമധ്യയുള്ള കടത്തുകടവിലെത്തിയപ്പോഴേക്കും നേരം വളരെ വൈകിയിരുന്നു. കടത്തുകാരൻ കടത്ത് അവസാനിപ്പിച്ചു പോയതിനാൽ അയാൾ കടത്തുകടവിലിരുന്ന് നേരം വെളുപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ഗുരു തന്ന സമ്മാനം എന്താണ് എന്ന് ഒന്ന് തുറന്നു നോക്കി. അത് നിറയെ കല്ലുകളായിരുന്നു. അയാൾക്ക് ദേഷ്യവും പുച്ഛവുമൊക്കെ തോന്നി. ഇതുപയോഗിച്ച് എന്ത് ബിസിനസ് ചെയ്യാനാണാവോ? അയാൾ ആ കല്ലുകൾ ഓരോന്നെടുത്ത് വെള്ളത്തിലേക്ക് ഒരു നേരം പോക്കെന്നോണം എറിഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾ കല്ലുകളെല്ലാം എറിഞ്ഞു തീർന്നപ്പോഴേക്കും നേരം നന്നെ വെളുത്തിരുന്നു. അവസാനത്തെ കല്ലെടുത്ത് അയാൾ വെള്ളത്തിലേക്ക് എറിയാൻ പോകുമ്പോൾ പെട്ടെന്ന് സൂര്യപ്രകാശം ആ കല്ലിൽ പതിച്ചപ്പോൾ അതൊന്ന് തിളങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ ആ കല്ലിൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഗുരു തനിക്ക് സമ്മാനമായ സഞ്ചിയിൽ നിറയെ വിലപിടിപ്പുള്ള രത്നക്കല്ലുകളായിരുന്നുവെന്ന്. പ്രിയരെ, പലപ്പോഴും ഇതുപോലെയുള്ള മനോഭാവമാണ് നമുക്കുള്ളത്. ദൈവം നമുക്ക് നൽകാത്ത നന്മകളെക്കുറിച്ച് പരാതി പറയുകയും നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പരാജയ കാരണം. ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളാവുന്ന കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്നേ. അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്കും വിജയിക്കാനാവും. ഗോഡ് ബ്ലെസ് യു.